അംബേദ്കർ വിഷയത്തിൽ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാൻ എല്ലാ സംസ്ഥാനത്തും വൈകാതെ പ്രധാന നേതാക്കളെ വെച്ചുള്ള മാധ്യമ സമ്മേളനം നടത്താൻ നേതൃത്വം PCCകളോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സംസ്ഥാന ജില്ലാടിസ്ഥാനത്തിൽ പ്രതിഷേധ റാലികൾ ഉൾപ്പെടെ പരിപാടികൾക്കും ആഹ്വാനമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം നേതാക്കൾ ഒന്നിച്ചെത്തുന്ന വേദി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും നടന്നിട്ടില്ല. ഇത് രണ്ടും സാധ്യമാകുമോ എന്ന ആലോചന നേതൃത്വത്തിന്റെ മനസ്സിലുമുണ്ട്. പ്രഖ്യാപനത്തിന് മുമ്പ് പാർട്ടികളുടെ സമ്മതം തേടേണ്ടതുമുണ്ട്. അതേക്കുറിച്ചുള്ള ആലോചന പ്രവർത്തക സമിതി യോഗത്തിൽ ചിലപ്പോൾ വന്നേക്കും. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ആദ്യ ദിവസങ്ങളിൽ മോദിയുടെ അഴിമതിയും നരേന്ദ്രമോദിയുടെ മൗനവും പ്രതിപക്ഷം എടുത്തിടുകയായിരുന്നു. ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. മണിക്കൂറുകളോളം സഭ നിർത്തിവെച്ചും വീണ്ടും തുടങ്ങിയുമൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പിന്നീട് സഭയിൽ കണ്ടത് ഒരു ദേശം ഒരു ഇലക്ഷൻ ബില്ലിൽ മേലുള്ള ബഹളങ്ങളായിരുന്നു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ് ബിൽ മേശപ്പുറത്ത് വെച്ചത്. കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യൻ മുന്നണി കക്ഷികൾ മുഴുവനും അവതരണത്തെ ശക്തമായി എതിർത്തു. അതിനെ തുടർന്ന് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടയിൽ അമിത്ഷാ ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് നടത്തിയ പരാമർശം ഏറെ കോലാഹലവും ഉണ്ടാക്കി.